ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് ആണ് കുറച്ചു മുൻപ് IFT ന്യൂസ് മീഡിയ നൽകിയിട്ടുള്ളത്. അതായത് ഈ സീസണിന് ശേഷം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജിയെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കും. പകരം മറ്റൊരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ മന്ദർ തംഹനയെ കൊണ്ടുവരാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ആലോചിക്കുന്നു. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്നാണ് IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ കമന്റ് ബോക്സിൽ ബെസ്റ്റ് ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന അക്കൗണ്ട് ഇത് നിഷേധിച്ചിട്ടുണ്ട്. ഈ റൂമറിൽ വാസ്തവമില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നമ്മൾ പരിശോധിക്കുന്നത് ആരാണ് മന്ദർ തംഹനെ എന്നുള്ളതാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഇന്ത്യൻ ഫുട്ബോളിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണ് മന്ദർ തംഹനെ. നിലവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിക്കൊണ്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. 2023 മുതലാണ് ഇദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ വർക്ക് ചെയ്തു തുടങ്ങിയത്. 20 വർഷത്തോളം ഇന്ത്യൻ ഫുട്ബോളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് മന്ദർ. ISL തന്നെ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയ എക്സിക്യൂട്ടീവുകളിൽ ഒന്നായിക്കൊണ്ടാണ് ഇദ്ദേഹം ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത്. മെയ് 2023 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഉടമസ്ഥനായ ജോൺ എബ്രഹാമാണ് ഇദ്ദേഹത്തെ ക്ലബിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിക്കൊണ്ട് നിയമിച്ചിട്ടുള്ളത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നല്ലൊരു അക്കാദമി ഉണ്ടാക്കിയെടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. യൂത്ത് ഡെവലപ്മെന്റിൽ അഥവാ യുവതാരങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ പേരുകേട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. 2024 ഡ്യൂറന്റ് കപ്പ് ഇദ്ദേഹത്തിന് കീഴിലാണ് നോർത്ത് ഈസ്റ്റ് സ്വന്തമാക്കിയത്. ക്ലബിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ കിരീടമായിരുന്നു അത്. നോർത്ത് ഈസ്റ്റിന്റെ മുഖ്യ പരിശീലകനായ യുവാൻ പെഡ്രോ ബെനാലിയെ നിയമിച്ചത് ഇദ്ദേഹമാണ്. അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് വളരെയധികം മികവ് ഇദ്ദേഹം കാണിച്ചിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റിലേക്ക് വരുന്നതിന് മുൻപ് ബംഗളൂരു FC-യിൽ ദീർഘകാലം ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 2013 മുതൽ 2023 വരെ 10 വർഷക്കാലം ബംഗളൂരു FC-യിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ആദ്യം അവിടെ ചീഫ് ടെക്നിക്കൽ ഓഫീസർ ആയിരുന്നു. പിന്നീട് 2019 ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിക്കൊണ്ട് ബംഗളൂരു FC-യിൽ അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ കീഴിലാണ് ബംഗളൂരു FC I ലീഗ്, ISL, ഫെഡറേഷൻ കപ്പ്, സൂപ്പർ കപ്പ് തുടങ്ങിയ ട്രോഫികൾ എല്ലാം സ്വന്തമാക്കിയത്. അങ്ങനെ ബംഗളൂരു FC-യിൽ വലിയ ഒരു ലെഗസി അവകാശപ്പെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ആഷ്ലി വെസ്റ്റ്വുഡിനോടൊപ്പം പ്രവർത്തിച്ച ഒരു എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിന് അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ട്. 2016 AFC കപ്പ് ഫൈനലിൽ എത്താൻ ബംഗളൂരു FC-ക്ക് കഴിഞ്ഞിരുന്നു. ഒരു ഇന്ത്യൻ ക്ലബ്ബ് നേടുന്ന ആദ്യത്തെ നേട്ടമായിരുന്നു അത്. ഈ സക്സസിനൊക്കെ പിറകിൽ പ്രവർത്തിച്ച വ്യക്തിയായിക്കൊണ്ടാണ് മന്ദർ ഇപ്പോൾ അറിയപ്പെടുന്നത്. ക്ലബ്ബ് മാനേജ്മെന്റ് റോളുകൾക്ക് മുൻപ് ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിന്റെ മാനേജർ ആയിക്കൊണ്ടും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. താരങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതിലും മാച്ച് ഡേ ഓപ്പറേഷനുകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അക്കാദമി ബിൽഡിങ്ങിലും ടെക്നിക്കൽ സ്കൗട്ടിങ്ങിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ മന്ത്രിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും വിവരങ്ങളാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പറയുന്നത് വളരെയധികം മികവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ത്യൻ ഫുട്ബോളിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ഇദ്ദേഹത്തെ ലഭിച്ചു കഴിഞ്ഞാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ ഒരു മുതൽക്കൂട്ടാകും എന്നുള്ളതാണ്. ഏതായാലും ഈ സീസണിന് ശേഷം മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുവരെ ഇതൊരു റൂമർ ആയിക്കൊണ്ട് മാത്രം തുടരുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.